എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്യൂനോ ഫീച്ചേഴ്സ് ആസ്തയുടെ ആന്റി മാജിക്കിന്റെ ലിമിറ്റ്സ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് കാരണം അവന്റെ മുഴുവൻ ശക്തികളും പുറത്തോട്ട് വരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഒരു തണുത്തുറന്ന തടാകത്തിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നുന്നു. എന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒരുപാട് അത് ഓവർഫ്ലോ ആവുന്നത് പോലെ തോന്നുന്നു. നീ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. പെട്ടെന്നുണ്ടായ ഒരു മ്യൂട്ടേഷൻ നിന്റെ കയ്യിലെ മാജിക്കിനെ ഇല്ലാതാക്കി. എന്നാ അത് കാരണമാണ് ഇപ്പൊ നിനക്ക് ആ വാളെടുക്കാൻ സാധിക്കുന്നത്. നീ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല, പക്ഷേ അതാണ് നിന്നെ സ്പെഷ്യൽ ആക്കുന്നത്. സോ ആസ്തക്ക് കിട്ടിയ ആ പുതിയ ശക്തി ലാഡ്രോസിനെ ഇല്ലാതാക്കാൻ അവനെ സഹായിച്ചു. സോ എല്ലാം തീർന്നെന്ന് കരുതി സമാധാനിക്കുന്ന സമയത്താണ് പുതിയൊരു പ്രശ്നം കൂടെ വരുന്നത്. ആന്റി മാജിക് സോഡ് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റാത്ത ക്യൂനോ ഫീച്ചേഴ്സ് ആസ്തയെ തന്റെ അടിമയാക്കി മാറ്റി. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഫസ്റ്റ് ടാസ്ക് ഇതാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാത്തിനെയും കൊന്നു കളയണം. ഒന്നിനെ പോലും ജീവനോടെ തിരിച്ചു പോവാൻ അനുവദിക്കരുത്. ആസ്ത, നോ. ആസ്ത, നിൽക്ക്. ആസ്ത, വേണ്ട, എഴുന്നേക്ക്. നിങ്ങളിൽ ആരെയാണ് ഞാൻ ആദ്യം കൊല്ലേണ്ടത്? ശരി, ഈ ലിറ്റിൽ റോയലിനെ തന്നെ ആദ്യം അങ്ങ് കൊല്ല എന്ന് പറഞ്ഞ ആസ്തയെ നോയലിന് നേരെ പറഞ്ഞു വിടുന്നു. ആസ്ത, വേണ്ട, നിൽക്ക്. ഇത് നീയല്ല ആസ്ത. നീ ഇങ്ങനെയൊന്നുമല്ല ആസ്ത. എഴുന്നേക്ക്. ആസ്ത, ഇത് ഞാനാ, നോയൽ. നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ക്ലോവർ കിണ്ടത്തിലെ രാജകുടുംബമായ നീ ഈ വാള് കൊണ്ട് മരിക്കുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചോ? ആസ്ത, വേണ്ട. ആസ്ത, എഴുന്നേക്ക്. ആസ്ത, പറയുന്നത് കേൾക്ക്. വേണ്ടടാ ആസ്ത. വെട്ടുന്നാണ് ആസ്ത നോയലിനെ ഒറ്റ വേട്ട അങ്ങ് വെട്ടുന്നത്. ഇല്ല, ഇവൻ ഇപ്പോഴും അൺകോൺഷ്യസ് അല്ലേ? എന്നിട്ടും സോ ആസ്ത അവളുടെ കൺട്രോളിലാണെങ്കിലും പൂർണ്ണമായിട്ടും അവൾക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നീ എന്നെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. എന്റെ സ്പെല്ല് ഉപയോഗിച്ച് ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. ഈ പപ്പറ്റ് ബ്ലഡ് നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡുമായി കടന്ന് ആ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് പഴയതുപോലെ ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളുടെ കയ്യിൽ മാജിക് പവർ ഉണ്ടെങ്കിലും നിങ്ങളെ ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. സോ ആരാഗ്നിയുടെ പപ്പറ്റ് ബ്ലഡ് ആസ്തയുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീ കുറച്ച് പിടിവാശിക്കാരനാണെങ്കിലും എന്റെ കൺട്രോളിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആസ്തയെ വീണ്ടും നോയലിന് നേരെ പറഞ്ഞു വിടുവാണ് ആരാഗ്നി. ആസ്ത, വേണ്ട. വേണ്ട, നിർത്ത്. ദയവ് ചെയ്ത് അതൊന്ന് നിർത്ത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. അവരെ വെറുതെ വിട്ടാൽ ഇനി ഒരിക്കലും ഞാൻ ഈ കാട് വിട്ട് പുറത്തു പോവില്ല. ഈ വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. ദയവ് ചെയ്ത് അവരെ വെറുതെ വിട്. നോ, ഇനി ഒരിക്കലും മണ്ടത്തരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഇവരെ എല്ലാവരെയും കൊല്ലും. എന്റെ ഫ്യൂച്ചർ സ്റ്റോറി എന്നോട് പറഞ്ഞിരുന്നു നീ എന്നെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന്. അതുകൊണ്ടാ ഞാൻ നിന്നെ അങ്ങനെ അന്വേഷിക്കാഞ്ഞത്. എനിക്ക് വേണ്ടത് ആന്റി മാജിക് സോഡ് കൈവശമുള്ള ഒരു പയ്യനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ നീ പുറത്തു പോയിട്ട് എന്താ നേടിയത്? ഇതുപോലെയുള്ള മണ്ടന്മാരുമായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടാക്കി. അത് കാരണം നീ ഇപ്പൊ അവരെ മരണത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഞാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിനക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം നീ എന്റെ മകളാണ്. മൈ ഫാമിലി. എന്ത്? ഞാൻ നിങ്ങളുടെ കുടുംബമാണെന്നോ? അതെ, നീ എനിക്കുള്ളതാ. ഇത് കേട്ട് പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ് വെനസ. പുറം ലോകം എന്താണെന്ന് അറിയാതെ ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ അവളെ അവർ പരിചരിക്കുന്നു. പുറം ലോകത്തെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വെനസ, യുവർ മാജസ്റ്റി, ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ. എനിക്ക് ഇവിടെ നിന്നിരിക്കാൻ താല്പര്യമില്ല. ഇനി എത്ര കാലം ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കണം? ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്നും പുറത്തിറക്ക്. ഈ ത്രെഡ് മാജിക്കിന് നിങ്ങൾ പറയുന്നത് പോലെ അത്ര വലിയ ശക്തിയൊന്നും ഇല്ല. പ്ലീസ്, എന്നെ ഇവിടെ നിന്നും പുറത്തിറക്ക്. ഇല്ല, നിനക്കൊരു ദിവസം ഇത് കൺട്രോൾ ചെയ്യാനുള്ള പവേഴ്സ് കിട്ടും. അതുവരെ നിനക്ക് അവിടെ നിന്നും പുറത്തു വരാൻ സാധിക്കില്ല. മനസ്സിലാക്ക് വെനസ, നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്. ഞാൻ നിങ്ങളുടെ കുടുംബമാണെങ്കിൽ എന്നെ ഇവിടെ നിന്നും പുറത്തിറക്ക്. ഇല്ല, നിന്റെ വിധി തെരഞ്ഞെടുക്കുന്നത് ഞാനായിരിക്കും. യുവർ മാജസ്റ്റി, തിരിച്ചു വരൂ പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്നും പുറത്തു വിട്. എന്റെ കയ്യിൽ അങ്ങനെ ഒരു പവർ ഇല്ല. അങ്ങനെ ഒരു ദിവസമാണ് അവൾ ത്രെഡ് മാജിക് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാടിന് പുറത്ത് വലിയൊരു പട്ടണമുണ്ട്. മന്ത്രവാദിനികളല്ലാത്ത ധാരാളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. വെനസ, ഇത് ഞാൻ 100-ൽ കൂടുതൽ തവണ കേട്ടിട്ടുള്ള കഥയാ. മറ്റു മന്ത്രവാദിനികൾ അങ്ങോട്ട് പോകുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാ. ചിലർക്ക് അവിടെ ബോയ് ഫ്രണ്ട്സും ഉണ്ട്. നിനക്ക് ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പൊക്കൂടെ? എന്ത്? ഇല്ല, അതൊരിക്കലും നടക്കില്ല. ക്യൂനോ ഫീച്ചേഴ്സിനെ എതിർക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അത് കുഴപ്പമില്ല. ക്യൂനോ ഫീച്ചേഴ്സിനോട് ഞാൻ സംസാരിക്കാം. അതൊരിക്കലും നടക്കില്ല. ഞാൻ എന്റെ മാജിക് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പാവം മാത്രമാണ് നീ. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ. എന്നോട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്.
എന്നെങ്കിലും ഒരിക്കൽ യഥാർത്ഥ സുഹൃത്തുക്കളെ നിനക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. എനിക്കൊരിക്കലും ഒരു ഫ്രണ്ടിനെ കിട്ടാനും പോകുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള വിച്ചേഴ്സ് എല്ലാവരും പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. പെട്ടെന്നാണ് അവൾ നിന്നിരുന്ന ആ സ്ഥലം അങ്ങ് തകരുന്നത്. ആരാടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അത് നമ്മുടെ ക്യാപ്റ്റൻ യാമി ആയിരുന്നു. ഇത് കണ്ട് അവൾ അവരെ തന്നെ നോക്കുന്നു. ഒരു പുരുഷനാണെന്ന് പറഞ്ഞ് എന്തിനാ ഈ കാടിന് ചുറ്റും വെറുതെ എന്നെ ഇങ്ങനെ ഓടിക്കുന്നേ? സോ ആദ്യമായിട്ടായിരുന്നു വെനസ് ഒരു പുരുഷനെ കാണുന്നത്. വെയിറ്റ്, ഇവൻ രാജ്ഞിയോട് യുദ്ധം ചെയ്തോ? ഹേയ്, നീ ആരാ? ഇതുപോലൊരു സ്ഥലത്ത് നീ എന്താ ചെയ്യുന്നേ? കണ്ടിട്ടെന്താ ഇതൊരു കൂട് പോലെ ഉണ്ടല്ലോ. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. രാജ്ഞി എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. ഓ, അപ്പൊ നീ ഒരു കൂട്ടിലെ പക്ഷിയെ പോലെയാണല്ലേ? അറിയില്ല, ഞാനിതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. ഇത് കേട്ട് യാമിയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശരി, ഇന്ന് നിങ്ങളുടെ ലക്കി ഡേ ആണെന്ന് തോന്നുന്നു. ഇപ്പോതാ ഈ കൂടിന് വലിയൊരു ദ്വാരമുണ്ട്. അതിലൂടെ നിനക്ക് രക്ഷപ്പെടാം. ഇല്ല, എനിക്ക് എന്റെ രാജ്ഞിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടെ നിൽക്കേണ്ടത് എന്റെ വിധിയാണ്. വിധിയോ? ശരിയാണ്, വിധി. എനിക്കത് തീരെ ഇഷ്ടമല്ല. വിധിയെ സ്വയം തകർക്കേണ്ടി വന്നാലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എന്നെ തന്നെ പൂട്ടിയിടാറില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഇവിടെയുള്ള ആ സ്ത്രീയെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടേണ്ട സമയമായി. ഓക്കെ, ശരി ലിറ്റിൽ ബേർഡ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ യാമി അവിടെ നിന്നും പോകുന്നു. ഹേയ് നിൽക്ക്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നരകമൊരിക്കലും നീ തെരഞ്ഞെടുക്കില്ലെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ യാമി അവിടെ നിന്നും പോകുന്നു. കൂട്ടിലകപ്പെട്ട ഒരു കിളിയാണ് ഞാൻ. അതിനർത്ഥം എനിക്ക് ചിറകുകൾ ഉണ്ടെന്ന. ആ വലിയ നീലാകാശത്തിലൂടെ എനിക്ക് പറക്കാൻ സാധിക്കും. എന്റെ വിധി എന്താണെന്ന് ഞാൻ തെരഞ്ഞെടുക്കും. പുറം ലോകത്ത് എനിക്ക് കിട്ടിയതൊന്നും നിങ്ങളെ പോലെ ആയിരുന്നില്ല. നിങ്ങളായിരുന്നില്ല എന്റെ ഫാമിലി. എന്റെ യഥാർത്ഥ ഫാമിലി ബ്ലാക്ക് ബുൾസ. ഇപ്പോ എനിക്കുള്ള ആ ഫാമിലിയെ എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നു. എനിക്കത് തടയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഒരു പവർ എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരെ രക്ഷിച്ചിരിക്കും. അതിൽ നിന്നും എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വെനസ് വിളിച്ചു പറയുന്ന സമയത്താണ് അവളുടെ ഗ്രിമോറിൽ നിന്നൊരു പുതിയ സ്പെൽ ക്രിയേറ്റ് ആവുന്നത്. എന്താ അത്? ഇൻക്രെഡിബിൾ. ഇതാണോ ആ റെഡ് ത്രെഡിന്റെ വിധി? ഇത് ഇങ്ങനെയൊരു രൂപമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ഇത്, ഒരു പൂച്ചയോ? വിധിയെ നിയന്ത്രിക്കാനുള്ള ശക്തി അവൾ അവസാനം കണ്ടെത്തിയോ? അങ്ങനെയെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ മന്ത്രവാദിനി നോയലിനെ കൊല്ലാൻ ആസ്തയോട് പറയുന്നു. പെട്ടെന്നാണ് ആ പൂച്ച ആസ്തയ്ക്ക് നേരെ ചാടുന്നത്. അതവനെ തൊട്ടു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഗ്രേറ്റ് ക്യൂൻ ഓഫ് വിച്ചസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ അനുഭവിക്കും. എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അതാരെ കൊണ്ട് തടയാൻ സാധിക്കില്ല. പെട്ടെന്നാണ് അവിടെ എന്തോ സംഭവിക്കുന്നത്. ഇല്ല, അവളുടെ തല ഞാൻ കുറച്ചു മുമ്പ് വെട്ടിയതല്ലേ? ഗ്രേറ്റ് ക്യൂൻ ഓഫ് വിച്ചസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന് നിങ്ങൾ അനുഭവിക്കും. ഇല്ല, ഇത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ? പെട്ടെന്നാണ് ആസ്ത നോയലിനെ കെട്ടിയിട്ടിരുന്ന ആ തൂണ് വെട്ടി താഴെ ഇടുന്നത്. ഇല്ല, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? താഴെ കിടക്കുന്ന നോയലിനെ കുത്തി കൊല്ലാൻ ശ്രമിക്കുവാണ് ആസ്ത. ഹേയ് വേണ്ട! പെട്ടെന്ന് തന്നെ ആ പൂച്ച വീണ്ടും അവനെ തൊടുന്നു. എല്ലാം അവസാനിച്ചു. ഇനി ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, വേണ്ട എന്ന് വെനസ് വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ആസ്ത നോയലിനെ അറ്റാക്ക് ചെയ്യാത്ത കാര്യം ക്യൂൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഇത് പറ്റില്ല. പക്ഷെ അവൻ എങ്ങനെ എന്ന് പറഞ്ഞ് ഫിൻഡറിന് നേരെ ആസ്തയെ പറഞ്ഞു വിടുന്നു. പെട്ടെന്ന് അവന്റെ പുറകെ ഓടി വന്ന പൂച്ച വീണ്ടും ആസ്തയെ അങ്ങ് തൊടുന്നു. സോ രണ്ടായി മുറിഞ്ഞ ഫിൻഡറിന് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ഇല്ല, ഈ പൂച്ചയാണോ ഇതിന് കാരണം എന്ന് പറഞ്ഞ പൂച്ചയെ രണ്ടായി മുറിക്കാൻ ശ്രമിക്കുകയാണ് രാജ്ഞി. എന്നാ ആ പൂച്ചക്കും ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. പെട്ടെന്നാണ് ആ പൂച്ച ആസ്തയുടെ തലയിൽ അങ്ങ് തൊടുന്നത്. ആ സോഡ് ഉപയോഗിച്ച് അവൻ അവന്റെ തലക്കിട്ട് അങ്ങ് അടിക്കുന്നു. ഇല്ല, ഈ പപ്പറ്റ് ബ്ലഡ് അവൻ ഇല്ലാതാക്കിയോ? ഇതിനർത്ഥം എന്റെ ഈ മാനിപ്പുലേഷൻ പരാജയപ്പെട്ടു എന്നാണോ? ഇതാണ് യഥാർത്ഥത്തിൽ വിധിയെ നിയന്ത്രിക്കാനുള്ള ശക്തി. എല്ലാ സിറ്റുവേഷനും മാറ്റിമറിക്കാൻ ഈ ജീവിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ യജമാനന്റെ നേട്ടത്തിനായി ഈ പൂച്ച തൊടുന്ന എല്ലാവരുടെയും വിധി മാറ്റാൻ അതിനെ കൊണ്ട് സാധിക്കും. അവളുടെ കൂടെയുള്ളവർ കൊല്ലപ്പെട്ടതിന്റെ വിധി വെനസ തന്നെ കണ്ടു കാണില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും എതിരായി അറ്റാക്ക് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. ഈ പൂച്ച ആരെയും ഉപദ്രവിക്കുന്നില്ല. ഇതിനെ ഒഴിവാക്കാനും സാധിക്കില്ല. സോ നീ ഉണർന്നു അല്ലേ? കൊള്ളാം വെനസ, നിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്.
ബ്ലഡ് മാജിക് പപ്പറ്റ് ബ്ലഡ് എന്ന് പറഞ്ഞ് വെനസയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണ് ആ രാജ്ഞി. ഇനി നീയും നിന്റെ ഈ മാജിക്കും എന്റേതാണ്. ആ ശക്തി എനിക്ക് ആവശ്യമാണ്. ബിക്കോസ് എല്ലാത്തിലും ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ വിധി എന്റെ കയ്യിലാ. പെട്ടെന്നാണ് ആ പൂച്ച അവളെ അങ്ങ് തൊടുന്നത്. അവിടെ കെട്ടിയിട്ടിരുന്ന എല്ലാവരും താഴോട്ട് വീഴുന്നു. ഹേയ്, എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്നവർ ചിന്തിക്കുന്ന സമയത്ത് ഡൊമിനോയും മെറിലയും അങ്ങോട്ട് വരുന്നു. ഇല്ല, ഇതിനൊരു സാധ്യതയില്ല. എന്റെ മാജിക് പെർഫെക്റ്റ് ആയിരുന്നു. എന്റെ മാജിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്ങനെ? സോ നിങ്ങൾ പറഞ്ഞ വിധിയെ നിയന്ത്രിക്കാനുള്ള ശക്തി ഇതാണ്. ഈ പവറിനെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ മാജിക് എന്റെയും എനിക്ക് വേണ്ടപ്പെട്ടവരുടെയും ഭാഗത്തുനിന്ന് മാത്രമേ ഞാൻ എടുക്കൂ. അതിനർത്ഥം എനിക്കും നിങ്ങൾക്കും ഒരു ബന്ധവുമില്ല.